നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോളടിച്ചത് തമിഴ്നാടിനും കർണാടകയ്ക്കും. കേരളത്തിൽ നിന്ന് കൊയ്യുന്നത് ലക്ഷങ്ങൾ. ഒരിടവേളയ്ക്ക് ശേഷം ചാഞ്ചാടി പച്ചക്കറി വില. വെളുത്തുള്ളി വില 200 രൂപയിലേക്ക് കുതിക്കുകയാണ്. കോവയ്ക്ക, വള്ളിപ്പയർ എന്നിവയ്ക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ചില്ലറ വിൽപ്പന വില 170 രൂപ ആയിരുന്നത് നിലവിൽ 200 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം ക്യാരറ്റ്, കൂർക്ക, മുരിങ്ങിക്ക തുടങ്ങിയ ചില ഇനങ്ങൾക്കും വില കുറഞ്ഞിട്ടുമുണ്ട്. മൈസൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലെല്ലാം കനത്ത മഞ്ഞായതിനാൽ പച്ചക്കറി ലഭ്യത കുറഞ്ഞതാണ് ബീൻസ്, കോവയ്ക്ക, പയർ തുടങ്ങിയവയ്ക്ക് വില വർദ്ധിക്കാനിടയായത്. കഴിഞ്ഞ ആഴ്ച കിലോയ്ക്ക് 40 രൂപയുണ്ടായിരുന്ന ബീൻസിന് മൊത്ത വ്യാപാരി വില 50 രൂപയായും ചില്ലറ വിൽപ്പന വില 80 രൂപയായും വർദ്ധിച്ചു. കഴിഞ്ഞ ആഴ്ച 40 രൂപ മുതൽ 45 ഇടയിൽ നിന്ന കോവയ്ക്കയുടെ ചില്ലറ വിൽപ്പന വില ഒരാഴ്ചയ്ക്കിടെ 70 മുതൽ 80 രൂപ വരെയായി വർദ്ധിച്ചിട്ടുണ്ട്. ഏതാനും ദിവസം മുമ്പ് വരെയും 60 രൂപ വരെ ഉണ്ടായിരുന്ന വള്ളിപ്പയറിൻ്റെ മൊത്ത വ്യാപാരി വില 75 രൂപയാണ്. ചില്ലറ വിൽപ്പന വില 90 മുതൽ 100 രൂപ വരെയായി. ചെങ്കോട്ടയിൽ നിന്ന് വരവ് വർദ്ധിച്ചതോടെ കൂർക്കയുടെ വിലയിൽ 70 നിന്നും 50 രൂപയായി കുറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് വരെ മുരിങ്ങിക്കയുടെ വില കിലോയ്ക്ക് 350 രൂപയായിരുന്നത് നിലവിൽ 170 രൂപയായി കുറഞ്ഞിട്ടുമുണ്ട്. തക്കാളി, സവാള, വെണ്ടയ്ക്ക, വെള്ളരിക്ക, ചേന എന്നിവയുടെ വിലകളെല്ലാം ഒരു മാസത്തിലധികമായി കാര്യമായ ഏറ്റക്കുറച്ചിലുകളില്ലാതെ ഒരേ നിലയിൽ തുടരുകയാണ്. കോയമ്പത്തൂർ, മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി, ഹൊസൂർ, മേട്ടുപ്പാളയം എന്നിവിടങ്ങളിൽ നിന്നാണ് പാലക്കാട് ജില്ലകളിലേക്ക് പ്രധാനമായും പച്ചക്കറി ഇനങ്ങൾ എത്തുന്നത്. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനവും വിലയിൽ ഓരോ ദിനവും പ്രതിഫലിക്കുന്നുണ്ട്. ഉൽപാദനം കൂടി വില ഇടിഞ്ഞു. പാലക്കാട് വലിയ അങ്ങാടിയിൽ 1 കിലോ ക്യാരറ്റിന് 25 രൂപയാണ് വില. തക്കാളിക്ക് കിലോയ്ക്ക് 20 രൂപയാണ്. ഉരുളക്കിഴങ്ങ് 20 രൂപ, സവാള 18 രൂപ, ചെറിയ ഉള്ളി 20 രൂപ, കാബേജ് 8 രൂപ, ബീട്രൂട്ട് 20 രൂപ എന്നിങ്ങനെയാണ് വില. മാർക്കറ്റുകളിലെ വൻതോതിൽ പച്ചക്കറികൾ വരുന്നുണ്ടെന്ന് കോയമ്പത്തൂർ MGR മാർക്കറ്റിലെ മൊത്ത വ്യാപാരികൾ പറയുന്നു. ബാംഗ്ലൂരിൽ സീസൺ സജീവമായതോടെ അവിടെ നിന്നും വൻതോതിൽ ക്യാരറ്റ് കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും എത്തുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.